കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മക്കളുമായ എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ എത്രമാത്രം നമ്മോട് ചേർന്നിരിക്കുന്നു എന്നുള്ള സത്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. കർത്താവ് തൻ്റെ തിരുരക്തം ഒഴുക്കി നമുക്ക് വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകുകയും തൻ്റെ സന്ദേശങ്ങളെല്ലാം അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി. മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അത്ഭുതമാണ് കർത്താവ് പ്രവർത്തിച്ചത്. ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുവാനും നമ്മളെയൊക്കെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും ഈ സന്ദേശങ്ങൾ നൽകുവാനും കർത്താവ് തിരഞ്ഞെടുത്തത് കഞ്ചിക്കോട്ടുള്ള റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിയെയും കുടുംബത്തെയുമാണ്. ഇവർ എത്രമാത്രം കർത്താവിന് വേണ്ടി ത്യാഗമനോഭാവത്തോടു കൂടി ശുശ്രൂഷകൾ ചെയ്യുന്നുവോ അതനുസരിച്ച് കർത്താവ് പുതിയ പുതിയ സന്ദേശങ്ങളും പുതിയ പുതിയ ഇടപെടലുകളും ഈ മക്കളുടെ ജീവിതത്തിലൂടെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അനേകം മക്കൾ കഞ്ചിക്കോട്ട ഈ ഭവനത്തിൽ വരികയും അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കുകയും ദൈവ അനുഭവങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്തെ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ ദൈവം കൃപയിൽ അനുദിനം വളർത്തിക്കൊണ്ടിരിക്കും എന്നൊരു തെളിവാണ് കഞ്ചിക്കോട്ട് നാം കാണുന്നത്. എന്നാൽ ദൈവ കൃപകൾ സ്വീകരിക്കുന്ന വ്യക്തികൾ കർത്താവിൻ്റെ കുരിശിൻ്റെ പാത പുണർന്നാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള തിരിച്ചറിവും കഞ്ചിക്കോട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇത്രമാത്രം ഇടപെടുന്ന സാഹചര്യത്തിൽ നമ്മളവർക്ക് എന്ത് അനുഗ്രഹിക്കപ്പെട്ടവരാ അവരൊക്കെ? തീർച്ചയായും അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ ഈ അനുഗ്രഹത്തിന് അവർ കൊടുക്കുന്ന വില പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോകുന്നു. ഈ അനുഗ്രഹത്തിന് അവർ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോകുന്നു. ഈ അനുഗ്രഹത്തിന് ലോകത്തിന് മുഴുവനും വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുവാൻ ഈ മക്കൾ ചിലവഴിക്കുന്ന സമയം എത്രമാത്രം ഉണ്ടെന്ന് നാം മനസ്സിലാക്കാതെ പോകുന്നു. ഇത് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി അല്പസമയം മാറ്റിവെക്കുവാൻ സമയമില്ലാത്തവരാണ്. നമ്മളെല്ലാവരും തിരക്കിലാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായി അല്പം ഉയർന്നിരിക്കുന്ന വിഭാഗത്തിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. കാരണം അവർക്ക് പലതും ചെയ്യാനുണ്ട്, പലയിടത്തും എത്താനുണ്ട്, പലരെയും പ്രീതിപ്പെടുത്തുവാനുണ്ട്, പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്, പലതും ക്രമീകരിക്കുവാനുണ്ട്. എന്നാൽ സാധാരണമായി സാമ്പത്തികമായ അല്പം പരാതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കൂടുതൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക്
സഹായം എത്തിക്കുന്നതിന് വേണ്ടിയും സമയം കണ്ടെത്തുവാൻ കൂടുതൽ പരിശ്രമിച്ചതിൽ വിജയിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ആകുലപ്പെടുവാൻ ഒരുപാട് കാര്യങ്ങളില്ല. മറ്റൊരു വിഭാഗത്തിന് ആകുലപ്പെടുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് ചിന്തിക്കുന്ന ഇപ്രകാരമാണ്: ഈ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും നേടിത്തരുന്നതിന് വേണ്ടി ഒരുപാട് വില കൊടുക്കുന്നവരാണ്. രോഗത്തിലൂടെ, സഹനത്തിലൂടെ, ത്യാഗത്തിലൂടെ, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ഏറ്റുകൊണ്ട്, കുത്തുവാക്കുകൾ ഏറ്റുകൊണ്ട്, ഇതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞുകൊണ്ട്, തട്ടിപ്പാണെന്ന് പറയുന്നവരുടെ കുത്തുവാക്കുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട്, ഇതൊക്കെ മാജിക്കാണെന്നും മന്ത്രവിദ്യയാണെന്നുമൊക്കെ പറയുന്നവരുടെ ആ അല്പത്തരം ജീവിതത്തിൽ സഹനമായി ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് വില കൊടുത്ത് ജീവിക്കുന്ന കുടുംബങ്ങളിലാണ് ദൈവം പ്രത്യേകമായ ഇടപെടലുകൾ നടത്തുന്നതായി നാം കാണുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതനുസരിച്ച് ഈ കുടുംബം ഇപ്രകാരം ത്യാഗത്തിലൂടെ, സഹനത്തിലൂടെ, വെല്ലുവിളികളിലൂടെ, കുറ്റപ്പെടുത്തലുകളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ, വിമർശനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നതായി നാം കാണുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാഷക പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: നിങ്ങൾ ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ഭദ്രമായിരിക്കും. നീ ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വിളി ഇപ്രകാരമുള്ള കുടുംബങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നാം തിരിച്ചറിയുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്: എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം എൻ്റെ ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള സത്യം. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എൻ്റെ ചില കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണോ? എൻ്റെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് മാത്രമാണോ? അതോ ഞാൻ കൊടുക്കുന്ന വില വിമർശിക്കപ്പെടുമ്പോഴും, എന്നെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും, എന്നെ മാറ്റി നിർത്തുമ്പോഴും ഞാൻ ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുവാൻ ഇപ്രകാരമുള്ള ദൈവിക ഇടപെടലുകൾ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിക്കുകയാണ്: നിങ്ങൾ ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ശുഭമായിരിക്കും, ഭദ്രമായിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അന്ത്യനിമിഷത്തിൽ അത് ഭദ്രമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുവാൻ. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: ഏത് രീതിയിലുള്ള വെല്ലുവിളിയിലൂടെ കടന്നു പോകുമ്പോഴും നീ ദൈവത്തെ വിട്ടകലാതെ അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ, നീ അവിടുത്തോട് ചേർന്ന് നിന്നാൽ നിന്റെ അന്ത്യദിനങ്ങൾ അനുഗ്രഹപ്രദമായിരിക്കുമെന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ എപ്പിസോഡിൽ റാണി ജോൺ എന്ന സഹോദരിക്ക് 1997 ജൂൺ മാസം 6-ാം തീയതി ഈശോ നൽകിയ ഒരു പ്രത്യേക സന്ദേശത്തെക്കുറിച്ച് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1997 ജൂൺ മാസം 6-ാം തീയതി തിരുഹൃദയ ഈശോയുടെ തിരുനാൾ ദിവസമായിരുന്നു. ഈശോയുടെ തിരുനാൾ ദിവസം ഈശോ തൻ്റെ തുറന്ന ഹൃദയവുമായി ഈ മകളുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ഈശോയുടെ തുറന്ന ഹൃദയം, ഈശോയുടെ ആ വേദനിക്കുന്ന പങ്കപ്പാടുകൾ സഹിച്ച ആ ഹൃദയം, പാടുപീടുകൾ ഏറ്റെടുത്ത ആ ഹൃദയം, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി ഈശോ ഈ മകളുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയാണ്.
എന്നിട്ട് ഈശോ മകളോട് പറഞ്ഞു, മോളെ, എൻ്റെ ഈ ഹൃദയം ഒരുപാട് ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന എൻ്റെ ഈ ഹൃദയത്തിൽ ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഈ ഹൃദയത്തിലേക്ക് ലോകത്തുള്ള എല്ലാ മക്കളും കടന്നു വരുവാനും എൻ്റെ ഈ വേദനിക്കുന്ന ഹൃദയത്തിൽ അല്പം അഭയം പ്രാപിച്ച് ആശ്വാസമായി അവരുടെ ജീവിതത്തിൽ എനിക്ക് ആശ്വാസമായും അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമായി മാറ്റുന്നതിന് വേണ്ടി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ മക്കളോട് ആവശ്യപ്പെടുക. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്ക് എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് കർത്താവ് തിരുഹൃദയ ഈശോ പ്രത്യക്ഷപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് സന്ദേശങ്ങൾ നൽകിയത് മൂലമാണ് തിരുഹൃദയ ഈശോയോടുള്ള ഭക്തി ഈ ലോകത്തിൽ കൂടുതൽ പ്രചരിച്ചത് നമുക്കറിയാം. വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്ക് എന്ന് പറയുന്ന ഒരു സന്യാസിനിക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഈ വ്യക്തിയിലൂടെയാണ് തിരുഹൃദയ ഭക്തി ലോകം മുഴുവൻ കൂടുതലായിട്ട് വ്യാപിച്ചത്. ഈ ഈശോ, തിരുഹൃദയ ഈശോ, ഈ കാലഘട്ടത്തിൽ നമ്മോട് റാണി ജോണിലൂടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ അഭയം ഗമിക്കണം, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ശരണം ഗമിക്കണം, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരണം, എൻ്റെ ഹൃദയത്തിലേക്ക് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കണം. പ്രിയമുള്ളവർ, ഞാൻ ഓർക്കുകയാണ്, ഏതാനും നാളുകൾക്കൊക്കെ മുൻപ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മുടെ സന്ധ്യാ പ്രാർത്ഥനകളിൽ നാം ഒരിക്കലും മാറ്റിവെക്കാതിരുന്ന ഒരു പ്രാർത്ഥനയാണ് തിരുഹൃദയ ജപമാല. നമ്മുടെ കാരണവന്മാരൊക്കെ ഇപ്പോഴും സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് തിരുഹൃദയ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആധുനിക കുടുംബങ്ങളിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തിരക്ക് മൂലം, സമയമില്ലാത്തത് മൂലം, ഇല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞത് മൂലം, യേശുക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിക്കാത്തത് മൂലം, തിരുഹൃദയ ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിവില്ലാത്തത് മൂലമൊക്കെ ഈ ഒരു ഭക്തി നമ്മൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പല കുടുംബങ്ങളിൽ നിന്നും അറിയാം ഇതൊക്കെ ഉണ്ടെന്ന്, എന്നാൽ തിരുഹൃദയ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഇന്ന് പല ആധുനിക കുടുംബങ്ങളും തയ്യാറാകുന്നില്ല. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശുദ്ധരിലൂടെ, വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്കിലൂടെ ദൈവം നമുക്ക് നൽകിയ സന്ദേശമാണ് തിരുഹൃദയ ജപമാല ചൊല്ലി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വന്തമാകണമെന്ന്. ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ കഞ്ചിക്കോട്ട് റാണി ജോണിലൂടെയും തിരുഹൃദയ ഈശോ നമ്മോട് പറയുക, മക്കളെ, നിങ്ങൾ എൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്വന്തമായി മാറണം. കാരണം എൻ്റെ ഹൃദയം, വേദനിക്കുന്ന ഹൃദയം നിനക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടതാണ്. എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ടതാണ്. എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഈശോയുടെ വേദനിക്കുന്ന തിരുഹൃദയത്തിന് ആശ്വാസമായി ഈശോയുടെ തിരുഹൃദയത്തെ അനുദിനം ധ്യാനിക്കുവാനും സ്നേഹിക്കുവാനും തിരുഹൃദയത്തിൽ അഭയം ഗമിക്കുവാനും ഇന്ന് ഈ ഈശോയുടെ സന്ദേശങ്ങൾ നമ്മെ ക്ഷണിക്കുകയാണ്. സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ മടി കൂടാതെ സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയ ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വന്തമാകുവാൻ നാം പരിശ്രമിക്കണം. ഇതോടൊപ്പം റാണി ചേച്ചിയുടെ ഈശോ നമ്മോട് സംസാരിക്കാൻ ഒരു വളരെ ശക്തമായി സംസാരിച്ചൊരു കാര്യം ഇതാണ്, മക്കളെ, നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആശ്രയം തേടുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നുറങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയം നുറങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കണം. അഗാധമായ ആഴമായ സ്നേഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ നുറുങ്ങലിൻ്റെ കുറവാകാം ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അധര വ്യായാമമായി മാറുന്നത് കൊണ്ടാകാം നമ്മുടെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നത്. അതുകൊണ്ട് കഞ്ചിക്കോട്ടെ റാണി ചേച്ചിയോട്
ഈശോ സംസാരിക്കുകയാണ്, എൻ്റെ മക്കളോട് പറയണം, നിങ്ങൾ അവരുടെ പ്രാർത്ഥനകൾ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനകളായി മാറണം, ഹൃദയം വിങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥനയായി മാറണം, ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെയുള്ള പ്രാർത്ഥനയായി മാറണം. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈശോ നമ്മുടെ ഹൃദയം അത്രമാത്രം തീഷ്ണതയോടുകൂടി ത്യാഗത്തോടുകൂടി ഹൃദയം വേദനിച്ചുകൊണ്ട് ഈശോയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന. ഈശോ പറഞ്ഞു എന്തുകൊണ്ടാണ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുക? കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ, നമ്മുടെ നിസ്സംഗത, നമ്മുടെ ആത്മാർത്ഥതയില്ലാത്ത ക്രൈസ്തവ ജീവിതം, നമ്മുടെ അവിശ്വസ്തത, ഇവയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയം പലപ്പോഴും വേദനിക്കപ്പെടുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയം വേദനിക്കപ്പെടുന്ന ഈശോയുടെ തിരുഹൃദയത്തിന് ആശ്വാസമായി മാറുവാൻ ഇന്ന് ഈശോ നമ്മെ വിളിക്കുക. അത് കർത്താവ് പറയുക, നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. നിങ്ങൾ അലസതയോടും മടിയോടും കൂടെ പ്രാർത്ഥിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥിക്കാതെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി ഹൃദയത്തിൽ വേദനിച്ചുകൊണ്ട് ഹൃദയം വിങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് റാണി ചേച്ചിയിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വേദനിക്കുവാനുള്ള ഒരു പ്രധാന കാരണം ഈശോ റാണി ചേച്ചിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ദിവ്യകാരുണ്യത്തിൻ്റെ അവഹേളനമാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ദിവ്യകാരുണ്യ ഈശോ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനിത് കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിൽ വിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുമ്പോൾ കരങ്ങളിലുണ്ടാകുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ പാർട്ടിക്കിൾസൊക്കെ താഴെ വീണ് നമ്മൾ ചവിട്ടി നടന്ന ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുമുണ്ട്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ കർത്താവിനെ പവിത്ര ഭക്തിയോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കുന്നതിന് വേണ്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ കരങ്ങളിൽ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു അപകടമാണ് ദിവ്യകാരുണ്യ ഈശോയെ മോഷ്ടിച്ചു കൊണ്ടുപോയി സാത്താൻ സംഘക്കാർക്ക് വിൽക്കപ്പെടുന്നത്. ഈ ഒരു കാര്യം റാണി ജോണിന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു, ഈശോയും വെളിപ്പെടുത്തി കൊടുത്തു. എന്ന് പറയുന്ന ഇപ്രകാരമാ, നിങ്ങളോടൊത്തായിരിക്കുവാൻ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളിൽ ഒന്നാകുവാൻ, നിങ്ങൾ അലിഞ്ഞു ചേരുവാനുള്ള വലിയ ആഗ്രഹം കൊണ്ട്, ദാഹം കൊണ്ട്, സ്നേഹം കൊണ്ട് ഞാൻ ദിവ്യകാരുണ്യം സ്ഥാപിച്ചു. ഞാൻ ദിവ്യകാരുണ്യമായി അനുദിനം വിശുദ്ധ കുർബാനയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നു. മക്കളെ, ഈ ലോകത്ത് നിങ്ങൾ തനിച്ചല്ല എന്നും നിങ്ങളോടൊത്തായിരിക്കുവാൻ, സാത്താൻ്റെ കെണിയിൽ നിന്നെല്ലാം നിങ്ങളെ മോചിപ്പിക്കുവാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്ന് ദിവ്യകാരുണ്യത്തിലൂടെ കടന്നു വരികയാണ്. അനുദിനം നിങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്ന് വസിക്കുകയാണ്. ഇപ്രകാരം നിങ്ങൾ ഒന്നായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇത്രമാത്രം ആഗ്രഹത്തോടു കൂടി ഞാൻ ദിവ്യകാരുണ്യം സ്ഥാപിച്ച് നിങ്ങൾ ഒന്നായിരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ ദിവ്യകാരുണ്യനാഥനായ എന്നെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നു? പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തിൻ്റെ അവഹേളനം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ ഈശോ റാണി ചേച്ചിയിലൂടെ നമ്മുടെ ആവശ്യപ്പെടുക, മക്കളെ, നിങ്ങൾ ദിവ്യകാരുണ്യത്തെ വേദനിപ്പിക്കരുത്, നിങ്ങൾ ദിവ്യകാരുണ്യത്തെ വിൽക്കരുത്, നിങ്ങൾ ദിവ്യകാരുണ്യത്തെ ഇനിയും മുറിപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ തന്നെ റാണി ചേച്ചിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഈ സാത്താൻ സംഘത്തിലുള്ള വ്യക്തികൾ ദിവ്യകാരുണ്യത്തെ എന്താണ് ചെയ്യുന്നതെന്ന്. പലപ്പോഴും ഇന്ന് നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയെ ക്രൈസ്തവർ മറ്റാരെങ്കിലുമൊക്കെ ദേവാലയത്തിൽ കടന്നു വന്ന് അവർ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. കയ്യിൽ കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് സ്വീകരിക്കാതെ എന്നിട്ട് സാത്താൻ സംഘത്തിലുള്ളവർ ഒരുപാട് വില കൊടുത്തത് വാങ്ങുന്നു. ഇപ്രകാരം ഈ സ്വത്തിനു വേണ്ടി
കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയും കർത്താവിൻ്റെ തിരുശരീരം വിൽക്കുകയും ചെയ്തുകൊണ്ട് അനേകര് തകർന്നടിയുന്ന പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന് സംഭവിച്ചത് നമുക്കറിയാം. അവൻ ഒരു കയറിൽ അവൻ്റെ ജീവിതം അവസാനിച്ചു. ഇന്ന് എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ദിവ്യകാരുണ്യത്തെ അവഹേളിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ദിവ്യകാരുണ്യനാഥനെ മനഃപൂർവ്വം ദേവാലയങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി സാത്താൻ സേവക്കാർക്ക് വിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ തിരിച്ചറിയണം, തലമുറകൾ തകരുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. സ്വർഗം നഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നരകം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. കാരണം യേശുക്രിസ്തുവിനെ അപമാനിക്കുവാനും അവഹേളിക്കുവാനും നിന്റെ ഒരു പ്രവൃത്തിയിലൂടെ നീ കർത്താവിനെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സ്വർഗം നിന്നെ നോക്കി എത്രമാത്രം വേദനിക്കുന്നു. എന്നിട്ട് ഈശോ തന്നെ റാണി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്ത ഇപ്രകാരമാണ്: ദിവ്യകാരുണ്യനാഥനെ കടത്തിക്കൊണ്ടുപോയി അവരുടെ സാത്താൻ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് പല രീതിയിലുള്ള ശോഭകേട് ദിവ്യകാരുണ്യ ഈശോയോട് ചെയ്യുകയാണ്. തുപ്പുന്നു, അടിക്കുന്നു, അതോടൊപ്പം തന്നെ കർത്താവിനെ കുത്തി മുറിവേൽപ്പിക്കുന്നു. അപ്പോൾ പലപ്പോഴും കർത്താവ് പറയും, പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത ഇപ്രകാരമാ: സാത്താൻ സംഘക്കാരുടെ ആ സാത്താൻ ബ്ലാക്ക് മാസിന്റെ മേശയിൽ കിടന്ന് ഈശോ പിടയുകയാണെന്ന്. ഈ പ്രവൃത്തി ചെയ്യുവാൻ അവരെ സഹായിച്ച ഓരോ മക്കളുടെയും പേര് വിളിച്ചുകൊണ്ട് ഈശോ സാത്താൻ സേവക്കാരുടെ ഈ മേശയിൽ കിടന്ന് അവരുടെ വാളിന്റെ അടിയിൽ കിടന്ന് കർത്താവ് പിടയുകയാണ്. ഈ പിടച്ചിലാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ നൊമ്പരം പരിശുദ്ധ അമ്മ, ഈ പിടച്ചിലിന്റെ ഈ നൊമ്പരമാണ് പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ദിവ്യകാരുണ്യ ഈശോയെ ചുംബിക്കുവാനും ദിവ്യകാരുണ്യ ഈശോ സ്വന്തമാക്കി സ്വീകരിക്കുവാനുമുള്ള വിളിയാണ് ഇന്ന് ദൈവം റാണി ചേച്ചിയിലൂടെ നമുക്ക് നൽകുക. ഇന്നത്തെ പ്രിയമുള്ള സഹോദരങ്ങളെ, റാണി ചേച്ചി പറഞ്ഞ ഇപ്രകാരം: മക്കളെ, ഈ പ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. നമ്മളിതൊന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചു നിൽക്കേണ്ടവരല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെ ഈ അവമാനിക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന, മുറിവേൽക്കപ്പെടുന്ന കർത്താവിനെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ഇന്ന് നമുക്കിന്ന് ലഭിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധ അമ്മ ചേച്ചിയോട് പറഞ്ഞ: മക്കളെ, നിങ്ങൾ ഇപ്രകാരം കർത്താവിനെ മുറിവേൽപ്പിക്കുന്ന, അവഹേളിക്കുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ത്യാഗപൂർണമായ, പരിത്യാഗപരമായ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, റാണി ചേച്ചി നമ്മോട് ആവശ്യപ്പെടുന്ന ഇപ്രകാരമാ: ദിവ്യകാരുണ്യ ഈശോയെ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ കടന്നു വരുന്ന ഒരു വ്യക്തി ദിവ്യകാരുണ്യ ഈശോയെ കാണുമ്പോൾ വിറങ്ങലിച്ച് കൈകൂപ്പുന്ന മാനസാന്തരത്തിലേക്ക് അവർ കടന്നു വരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യ ഈശോയെ അവഹേളിക്കുവാൻ, അവന് സാമ്പത്തികമായി ഉയരുവാൻ, കർത്താവിന്റെ തിരുശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി സാത്താൻ സേവക്കാർക്ക് വിൽക്കുവാൻ കടന്നു വരുന്ന വ്യക്തികൾ, അവരുടെ ഹൃദയം നുറങ്ങുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ സാത്താൻ സേവക സംഘത്തിൽപ്പെട്ട വ്യക്തികൾക്ക് പോലും മാനസാന്തരം സംഭവിക്കും എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഈശോയുടെ ഹൃദയത്തിന് വലിയ വിലയുള്ളതാണെന്നും ആ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടുമെന്നുമുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുക. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ തീഷ്ണത കൂടണം. നമ്മൾ ദിവ്യകാരുണ്യ ഈശോയെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ അവഹേളിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, നമ്മൾ പരിശ്രമിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈശോയുടെ സ്വന്തമായി മാറുവാൻ നാം പരിശ്രമിക്കണം. ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുവാനും ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആഴത്തിൽ സ്നേഹിക്കുവാനും
നമുക്ക് സാധിക്കണമെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവന്റെ ആ ഉറവയിൽ നിന്ന് നാം പാനം ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ റാണി ചേച്ചിയോട് ആവശ്യപ്പെട്ടു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ഉറവ എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നാവോളം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ, പരിശുദ്ധാത്മ ശക്തി നമ്മളെ നിറയുവാൻ തീഷ്ണതയോടുകൂടി ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പരിശുദ്ധാത്മ സ്പർശനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഈശോയുടെ തിരുഹൃദയത്തിന് സ്വന്തമാകുവാനും ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുവാനും എളുപ്പമാണ് എന്ന് റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് സന്ദേശം നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് അനുദിനം നമ്മളെ നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ഉറവയായ പരിശുദ്ധാത്മാവിനെ നാം നുകരണം. പരിശുദ്ധാത്മാവിൻ്റെ ആ ജീവന്റെ ഉറവ നാം കുടിക്കണം. അങ്ങനെ നാം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണം. ഇതിന്റെ മാതാവ് ചേച്ചിയോട് കൂടിച്ചേർത്ത് ഇപ്രകാരമാണ് പറഞ്ഞു കൊടുത്ത് ഇപ്രകാരമാ: ഇന്നെൻ്റെ മക്കൾ അശുദ്ധിയുടെ ഉറവയിൽ നിന്ന് കുടിക്കുന്നു, അഹങ്കാരത്തിന്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്നു, ജഡികാസക്തിയുടെ ഉറവയിൽ നിന്ന് കുടിക്കുന്നു, പേരിന്റെയും പ്രശസ്തിയുടെയും ഉറവയിൽ നിന്ന് കുടിക്കുന്നു, ദൈവത്തെ അവഹേളിക്കുന്ന വ്യക്തികളോടുള്ള ആ ബന്ധത്തിന്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്നു. ഇപ്രകാരം ലോകത്തിന്റെ ഉറവയിൽ നിന്ന് നാശത്തിന്റെ ജലം കുടിക്കുന്ന മക്കൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ഉറവയിൽ നിന്ന് കുടിക്കുവാൻ മടിച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന്റെ നാശത്തിന്റെ ഉറവയിൽ നിന്നുള്ള കുടിക്കുന്ന ആ വായടയ്ക്കണം. ഈ ലോകത്തിന്റെ ഉറവയിൽ നിന്ന് കുടിക്കുന്ന വായടച്ച് നിന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ഉറവയിൽ നിന്ന് കുടിക്കുവാൻ നിന്റെ വാ തുറക്കുവാൻ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജീവന്റെ ഉറവ, ആ ഉറവ കുടിക്കുവാൻ നമ്മൾ വാ തുറക്കണമെങ്കിൽ ലോകത്തിൻ്റെ ഉറവയിൽ നിന്നുള്ള കുടി നിർത്തിയെങ്കിൽ മാത്രമേ ജീവന്റെ ഉറവ നമുക്ക് നുകരാൻ സാധിക്കുകയുള്ളൂ. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് ഞാൻ കുടിക്കുന്നത് യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിലെ ജീവന്റെ ഉറവയാണോ, അതോ ലോകത്തിൽ നിന്ന് കടന്നു വരുന്ന നാശത്തിൻ്റെ ഉറവയാണോ ഞാൻ ഇന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ എത്രമാത്രം സ്നേഹിക്കാനും ആരാധിക്കാനും അനുദിനം സ്വീകരിക്കാനും നമുക്ക് സാധിക്കുമോ അത്രമാത്രം ഭക്തിയോടും തീഷ്ണതയോടും ദാഹത്തോടും കൂടെ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദിവ്യകാരുണ്യ ഈശോയെ അവഹേളിക്കുന്ന സംഘങ്ങളിൽപ്പെടുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് മുറിവ് ഏൽപ്പിക്കപ്പെടുന്ന ഈശോയുടെ തിരുഹൃദയത്തിന് ആശ്വാസമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതിന് വേണ്ടിയുള്ള കൃപ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ നമുക്ക് നേടിയെടുക്കാം. നമ്മളെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.